ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് എടുക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് ഡിലേ ആയി പോകുന്നത്. എല്ലാം നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം. ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വീഡിയോ ഒന്നും ഇടാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. ഏതെങ്കിലും ഇത് രാവിലെ തന്നെ എണീറ്റിട്ട് അമ്മാമ്മേൻ്റെ കൂടെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുള്ളൂ. കാരണം അറിയാലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പം ഞാൻ ഇതാ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. പിന്നെ മുട്ടക്കറിയാണ് അമ്മ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു ചായ ഇടാന്ന് കേട്ടോ. ഞാൻ വരുമ്പോൾ എൻ്റെ ട്രൈപോഡും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ എടുക്കൽ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം ഫോൺ എവിടെയും കറക്റ്റായിട്ട് അങ്ങനെ വെക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അവിടെ ഇവിടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ചായയൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈ ചൂട് കാരണം രാവിലെ എഴുന്നേറ്റാലൊന്നും ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനേ തോന്നുന്നില്ല. ഒരു വിശപ്പൊന്നും ഇല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഏതെങ്കോട്ടിനാണ് ഈ ഒരു ചൂട് കാരണം ആകെ ചേഞ്ച് ആയത്. കാരണം അവിടെ നിന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക, ചൂടിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കോട്ടിന് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബാക്കിലോട്ടായിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കഴിക്കുന്ന പോലെയല്ല ഇവിടുന്ന് കഴിക്കുന്നത്. വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. വിശപ്പൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ആദ്യത്തെ 2 ദിവസം ഭയങ്കരമായിട്ട് നിർബന്ധിപ്പിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളതിങ്ങനെ കുറച്ചായിട്ട് ഓരോരോ നേരങ്ങളിലായിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഒറ്റ ഇരിപ്പിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഒക്കെ അങ്ങ് ഫുള്ള് കഴിപ്പിക്കാതെ കുറച്ചായിട്ട് ഇടവിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെ ആൾ കഴിക്കുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ഏട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബോളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ വെറുതെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് പുറത്ത് നിന്നിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റെഡി ആവാന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അതിനിടയിൽ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്, അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൂടുതലും ഇതുപോലെ ഫാമിലീൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോകാനും ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ ആയിട്ട് എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഈ വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് ഡിലേ ആയി പോകുന്നത്. എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം ഡിലേ ആയി പോകുന്നത്. അപ്പോൾ നമ്മളിത് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല റെസ്റ്റോറൻ്റ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്, ഫുഡും അടിപൊളിയാണ് കേട്ടോ. അച്ഛൻ ചോറാണ് കഴിച്ചത്. നമ്മൾ 3 പേരും ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ബിരിയാണി ആയിരുന്നു, ദം ബിരിയാണിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു കണ്ണൂർ കോഴിക്കോട് ആ ഒരു സ്റ്റൈലല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാനൊരു ചെറിയൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പുറത്ത് പോകാനുണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട്, അതിനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് മാക്സിലേക്കായിരുന്നു. എനിക്ക് കുറച്ച് നൈറ്റ് വെയർ ആയിരുന്നു എനിക്ക് നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. മെയിൻ സിറ്റിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെയിൻ റോഡിൽ എത്തിയാൽ മതി. അപ്പോൾ നമ്മളിതാ മാക്സിലെത്തിയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ വലിയ കളക്ഷൻസ് ഒന്നും പറയാനായിട്ടില്ല, എന്നാലും അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നൈറ്റ് വെയർ ആയിരുന്നു കേട്ടോ മെയിനായിട്ട് നോക്കിയത്. പിന്നെ കുർത്തീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ട്രെൻഡ്സ് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ, പുതിയതായിട്ട് വന്നാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രെൻഡ്സിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കളക്ഷൻസ് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മാക്സിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ നൈറ്റ് വെയർസൊക്കെ കുറവായിരുന്നു. ഒരുപാട് കുർത്തീസ് ഉണ്ടായിരുന്നു, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. എല്ലാത്തിനും അഫോർഡബിൾ റേറ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിന്നറിൻ്റെ പരിപാടിയൊക്കെയാണ് ഇനി നോക്കാനുള്ളത്. ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ
അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. കാരണം ശാർക്കര അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഈ ഒരു ഉരുള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഈ റോഡിലൂടെ ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുന്ന പോലെ ഉരുളുന്നൊരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് രാത്രിയിൽ മഴ പെയ്തിട്ടാ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു അത്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഏതൻകുട്ടനും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നില്ല, അവർ ഉറങ്ങി. ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നടന്നാൽ മതി, നമുക്കൊരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്തും. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കൊക്കെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ശയനപ്രദക്ഷിണം റോഡിലൂടെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ആ ഒരു അമ്പലത്തിലേക്ക് കയറും എന്നാണ് അമ്മ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാ അത് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് മുന്നേ ഇതുപോലെ ചെണ്ടമേളം, പിന്നെ ബാൻഡ്, പിന്നെ അതുപോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല നല്ല കാഴ്ചകൾ. ആ ഒരു മെയിൻ സംഭവം മാത്രം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ആഗ്രഹിച്ചുകൊണ്ടാണ് തോന്നുന്നു. കാരണം ഇനിയും വരാൻ ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അതുവരെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ തെയ്യത്തിനൊക്കെ കാഴ്ച പോകുന്നൊക്കെ ഒരു പരിപാടിയാണ് കേട്ടോ. അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, നാട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതിനിടയിൽ ഗാനമേളയും പരിപാടിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കാണും, കേൾക്കുകയൊക്കെ ചെയ്തിട്ടാ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.